ഹായ്. അപ്പോൾ ഇന്ന് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മരണത്തെപ്പറ്റി പറയാം. ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിലാണ് ശ്രീകൃഷ്ണൻ മരിച്ചതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ മരണമാണ് ഈ ദ്വാപര യുഗം അവസാനിപ്പിച്ചത്. ശ്രീകൃഷ്ണൻ ഏത് നിമിഷമാണോ മരിച്ചത് ആ നിമിഷമാണ് കലിയുഗം സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. ദ്വാപര യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. എന്നാൽ മഹത്തായ മഹാഭാരത യുദ്ധം നടക്കുകയും മഹാഭാരത യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് നല്ല മനുഷ്യരും ജ്ഞാനികളും വരെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു സംഭവം സംഭവിച്ചപ്പോഴത്തേക്കും ഭൂമിയുടെ ഈ ധർമ്മത്തിൻ്റെ ബാലൻസ് പോകാൻ തുടങ്ങി. അതായത് ദ്വാപര യുഗത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ധർമ്മത്തിൻ്റെ ബാലൻസ് പോയി. ധർമ്മത്തിൻ്റെ യുഗമായിട്ട് ദ്വാപര യുഗം പറയുന്നത് തന്നെ ഈ ഒരു ധർമ്മത്തിൻ്റെ ബാലൻസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ധർമ്മത്തിൻ്റെ ബാലൻസ് പോവുകയും ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഭൂമി തന്നെ തളർന്നു പോയെന്നാണ് പറയുന്നത്. ഭൂമി തന്നെ എക്സോസ്റ്റഡ് ആയിപ്പോയി. അപ്പം ഇനി എന്നൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ധർമ്മത്തിൻ്റെ അവസാനത്തെ നിലനിൽപ്പ് പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ ഫോമിലുള്ള ഭഗവാനാണ്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഒബിയസ്ലി ഈ കർമ്മഫലം എന്നൊരു സംഭവം ഉണ്ടല്ലോ, യാദവ കുലത്തിന് ഏറ്റ ശാപം അവിടുത്തെ നിലനിൽപ്പുണ്ടായിരുന്നു. ആ ശാപത്തിൻ്റെ ഫലമായിട്ട് ഒരു ഇരുമ്പൊലൊക്കെ കൊണ്ട് അവർ പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു എന്നാണ് പറയുന്നത്. സാക്ഷാൽ ഭഗവാനായ ശ്രീകൃഷ്ണന് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം കർമ്മത്തിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ആവാൻ പറ്റില്ല, ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. ഭഗവാൻ വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് യാദവ കുലം സ്വയം തമ്മിൽ തല്ലി മരിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഭഗവാൻ മനസ്സിലായി സമയമായിരിക്കുന്നു. അദ്ദേഹം നേരെ കാട്ടിലേക്ക് പയ്യെ നടന്നു പോവുകയാണ് ചെയ്തത്. കാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്രാ സമയത്ത് ഭൂമി ഒന്ന് കുലുങ്ങിയെന്നാണ് പറയുന്നത്. കാരണം ഈ പ്രപഞ്ചം മൊത്തത്തിൽ അതിൻ്റെ ഒരു താളം തെറ്റാൻ തുടങ്ങി. കാരണം യുഗത്തിൻ്റെ ഷിഫ്റ്റ് സംഭവിക്കാനുള്ള സമയമായി. ദ്വാപരയുഗം അവസാനിക്കുകയും ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയ കലിയുഗം ആരംഭിക്കാൻ പോവുകയും ചെയ്യുകയായിരുന്നു. ഭഗവാന് മനസ്സിലായി ഭഗവാന്റെ ഫിസിക്കൽ ബോഡിയാണ് ഇവിടെ ഈ ധർമ്മത്തിൻ്റെ ലാസ്റ്റ് ഗ്രിപ്പ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ അന്ന് 125 വയസ്സുണ്ടായിരുന്നു. ദ്വാപരയുഗത്തിൻ്റെ ലാസ്റ്റ് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഭൂമി ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന സമയത്ത് ആളുകളുടെ കോൺഷ്യസ്നെസ്സിലൊരു ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു സമയമാണ്. ഭഗവാൻ കാട്ടിലേക്ക് പോവുകയും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. മരണം വരാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാട്ടിൽ വേട്ടയാടാൻ വന്ന വേട്ടക്കാരനായ ജര ഭഗവാന്റെ കാല് കാണുകയും അതൊരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് കാലിലേക്ക് അമ്പ് ചെയ്യുകയാണ് ചെയ്തത്. അമ്പ് ഭഗവാന്റെ കാലിലേക്ക് തറച്ചു കയറി. ഇത് കണ്ട് മാനിനെ എടുക്കാനായി ഓടിച്ചെന്ന ജര ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് അറിയുകയും പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നീ ചെയ്തത് തെറ്റല്ല, നീ ചെയ്തത് നിൻ്റെ കർമ്മം മാത്രമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ മൊത്തം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നിൻ്റെ കർമ്മത്തിൽ നിന്ന് നീ വിഭിന്നമായിരിക്കുക, കർമ്മം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നീ ഏത് നിമിഷമാണോ കർമ്മത്തിൽ ഐഡൻറ്റിഫൈഡ് ആവുന്നത്, നീ ആണ് ചെയ്യുന്നതെന്നൊരു ഭാവം നിനക്ക് വരുന്നത്, ആ നിമിഷമാണ് അതിൻ്റെ ഫലം നിൻ്റെ തലയിൽ വീഴുന്നത്. നീ അറിയാതൊരു ചെയ്ത കാര്യത്തിനും ഫലം നിൻ്റെ തലയിൽ വീഴേണ്ട കാര്യമില്ല. എനിവേ ഈ വാലി എന്ന് പറയുന്ന മഹാഭാരത രാമായണ കഥയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പുനർജന്മമാണ് ജര എന്ന് പറയുന്നുണ്ട്. ഈ രാമായണ കഥത്തിൽ ബാലൻസ് ആവാതെ ഒരു കാർമികമായിട്ടുള്ള ഒരു കാര്യം ബാലൻസും കൂടി ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ബാലൻസായി. ആ ഒരു ഇങ്ങനെ ത്രേതായുഗത്തിലാണോ രാമായണം നടന്നത്? ത്രേതായുഗത്തിലാണ് രാമായണം നടന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ത്രേതായുഗത്തിലെ ഒരു കാർമിക് ഇൻബാലൻസിങ്ങിൻ്റെ ഒരു പിടിച്ചു നിർത്തലും കൂടിയാണ് അവിടെ നടന്നത്. അത് കഴിഞ്ഞ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശരീരം മരിക്കുകയാണ് ഉണ്ടായത്. ശരീരം മരിച്ച ആ നിമിഷത്തിൽ കലിയുഗം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. അതോടുകൂടി ദ്വാരക, സ്വർണ്ണനഗരി എന്ന് വിളിച്ചിരുന്ന ദ്വാരക വെള്ളത്തിനടിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സെലസ്റ്റൽ ബീയിങ്സ് ഒരുപാട് പേര് ഡിസ്റ്റർബ്ഡ് ആയെന്ന് പറയും പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തായിട്ട്. നമ്മൾ ഏലിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ സെലസ്റ്റൽ ബീയിങ്സ് പല കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തുണ്ടെന്നും അവരെല്ലാവരും ശ്രീകൃഷ്ണൻ്റെ മരണത്തിൽ ഡിസ്റ്റർബ്ഡ് ആയി എന്നാണ് പറയുന്നത്. ദ്വാരകയും വെള്ളത്തിനടിയിലേക്ക് പോകുന്നതോടുകൂടി ഭൂമിയിൽ ആ ഒരു കലിയുഗം സ്റ്റാർട്ട് ചെയ്യുകയും ഈ കലിയുഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും കോൺഷ്യസ്നെസ്സിനെ ബാധിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ഏജിലേക്ക് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് മാറിപ്പോയി എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഒരു കോൺഷ്യസ് ഡിക്ലൈനിങ് ഉണ്ടായി.
ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും അല്ലെങ്കിൽ മഹത്തായ അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിന്നുമൊക്കെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം മാറി തികച്ചും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാറിയത് ശ്രീകൃഷ്ണൻ്റെ മരണത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. ഇനി കലിയുഗത്തിൻ്റെ അവസാനമാണ് മഹാവിഷ്ണു വീണ്ടും അവതരിക്കുമെന്ന് പറയുന്നത്. എനിക്കൊന്ന് കൽക്കിയുടെ രൂപത്തിലാണ് ജനിക്കുമെന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് യുഗയുഗാന്തരങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി അദ്ദേഹം വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ദ്വാപര യുഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയിട്ട് ഇനി കലിയുഗത്തിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നത് എന്നാണ് വിശ്വാസം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവർക്കും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ കൂടുതലും സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തന്മാരായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൽ ആശ്രയിക്കുകയും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നൊരു അദ്ദേഹത്തിന് കറുപ്പ് നിറമായിരുന്നു. പിന്നീടൊരു ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം മൂവ്മെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടായ സമയത്താണ് അദ്ദേഹത്തിന് നീല നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ നീലമാധവൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. എനിവേ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ കൂടുതലും പേര് മനസ്സിലാക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പലരും ഭഗവത്ഗീത വായിക്കാൻ പോലും തയ്യാറല്ല. കാരണം ഭഗവത്ഗീതയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കർമ്മം എന്ത് തന്നെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭഗവാൻ കർമ്മത്തെ അൾട്ടർ ചെയ്യാൻ ഒട്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. മഹാഭാരത യുദ്ധം നടക്കാതെ ആ യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്ന അർജുനെ കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യിപ്പിച്ചതും മരണം എത്തിയ സമയത്ത് ആ വേട്ടക്കാരൻ്റെ അമ്പ് വരുമെന്ന് അറിഞ്ഞിട്ട് പോയി മരിക്കാൻ റെഡിയായി അദ്ദേഹം നിന്നതും അദ്ദേഹത്തിൻ്റെ കുലം തകർന്നു പോയപ്പോൾ അതിനെ തടയാൻ ശ്രമിക്കാത്തതുമെല്ലാം കർമ്മത്തിനെ ആർക്കും പിടിച്ചു നിർത്താനാവില്ല, ദൈവത്തിന് പോലും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം കാര്യങ്ങളും ഇത് തന്നെയാണ്. കാരണം കർമ്മം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടിരിക്കുക, ഞാനെന്ന ഭാവം, ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ള ഡുവർഷിപ്പ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് യഥാർത്ഥ യോഗവിദ്യ. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയാലും അതിനാണ് ഏറ്റവും മഹത്തായ കാര്യം. അതിപ്പോൾ ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഡിവോഷനും അതിൻ്റേതായ ഒരു മാർഗമുണ്ട്. ഈ ഡിവോഷണൽ മാർഗത്തിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിവോഷൻ വളരെ നല്ലതാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് തരാൻ കഴിയുന്ന ഒരു പാതയാണ് ഈ ഡിവോഷണൽ പാത. എന്നാൽ ഡിവോഷണൽ പാത എന്ന് പറയുന്നത് ശരണാഗതിയാണ്. ശരണാഗതിയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അത് നടത്തി തരുന്ന ആളല്ല ശരണാഗതിയിൽ സംഭവിക്കുന്ന ദൈവം. ശരണാഗതിയിൽ ദൈവം എന്ത് തരാൻ തയ്യാറായാലും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ആഗ്രഹം ദൈവത്തോട് പറയുന്നതിൽ തെറ്റില്ല. ഒരിക്കലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദൈവം തരുന്നത് സ്വീകരിക്കാൻ റെഡിയായിരിക്കണം. ദൈവം അത് ശരിയാക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിരിക്കണം. നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവത്തിൻ്റെ ഭക്തരല്ല, നമ്മൾ ശരണാഗതിയിലല്ല. നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ദൈവം നോക്കിക്കോളും എന്നുള്ള വിശ്വാസം നമുക്ക് ശരിക്കും ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. അതിനർത്ഥം നമ്മുടെ ഡിവോഷൻ പ്യുവർ അല്ല എന്നാണ്. നിങ്ങളുടെ ഡിവോഷൻ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ദൈവം ശരിക്കും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇനിയും ജനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വേറെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ഇരുന്ന ശുദ്ധമായ ബോധം ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ ശുദ്ധമായ ബോധത്തിൽ നിലനിൽക്കുന്ന എല്ലാ മനുഷ്യരുടെ, അതായത് ആ ഒരു ബോധം അച്ചീവ് ചെയ്യുന്ന മനുഷ്യരുടെ ഉള്ളിലാണ് ഭഗവാന്റെ കൽക്കി അവതാരം ഉണ്ടാവുന്നത്. ശരിക്കും അതൊരു കോൺഷ്യസ്നസ് ട്രാൻസ്ഫർമേഷനാണ് എന്നൊരു എക്സ്പ്ലനേഷൻ ഇതിനുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷൻ വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഈ ഒരു കോൺഷ്യസ്നസ് റൈസിങ് സംഭവിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധമായ ബോധാവസ്ഥയിലെത്തണം. ഈ ശുദ്ധമായ ബോധാവസ്ഥയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളിലും നിലനിന്നിരുന്നത്. ആ കോൺഷ്യസ്നസ് റൈസിങ് എവിടെയെല്ലാം സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഭഗവാൻ വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കാൻ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും പുനർജനിച്ചു എന്നാണ് എൻ്റെ അർത്ഥം, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താങ്ക് യു. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ.